ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറേ വിശേഷങ്ങൾ ഷെയർ ചെയ്യാണ്ട് നേരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിൽ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കി വേറെ ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യാം. ഇതുണ്ടല്ലോ, ഇത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നാണ്. അവിടെ ഇങ്ങനെ പുറത്തിങ്ങനെ മുറ്റത്ത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കിയതാണ്. നമ്മൾ ബേ ലീവ്സ് ഇല്ലേ, അതിൻ്റെ ഉണങ്ങാത്തയില്ല. നമ്മൾ ബേ ലീവ്സ് ഒക്കെ വാങ്ങിക്കുന്നത് ഉണങ്ങിയതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയൂട്ടോ. കറിവില്ല അങ്ങനെയാന്ന് തോന്നുന്നു ഇതിൻ്റെ മലയാളം. അപ്പം നമ്മളെ വീട്ടിലിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ യൂസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂട്ടോ. പിന്നെ ഇത് നമ്മൾ ഐഷാസ് കാർട്ടിലെ 2 പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് വീഡിയോ എടുക്കണം, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇത് മുട്ടൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബീറ്ററാണ്, മിക്സറാണ്. അതുപോലെ ഇതിൽ മെഷർമെന്റ്സ് ഉണ്ട് അതിൽ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ക്യാപ്പച്ചീനൊക്കെ ഉണ്ടാക്കൂല, അതിൽ നമ്മൾ കോഫി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ചെറിയ ചെറിയ ബീറ്റിംഗ് പർപ്പസിനായിട്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കേക്ക് ഉണ്ടാക്കാനും ഈ സംഭവം യൂസ് ചെയ്യാം. മിക്സിംഗ് കപ്പാണ് അത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ട അതൊക്കെ ബീറ്റ് ചെയ്യാൻ, മുട്ട പഞ്ചസാരൊക്കെ ബീറ്റ് ചെയ്യാൻ അത് ചാർജബിൾ ആണ്. എക്സ്ട്രാ കേബിളുണ്ട് കേട്ടോ, ചാർജിങ് കേബിളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷെയർ ചെയ്യണ്ട കേട്ടോ. ഇത് ബോറോസിലിക്കേറ്റ് ഗ്ലാസിന്റെ ഒരു നമ്മൾ കുക്ക് വെയർ ആണ്. ഇതിൽ നമുക്ക് ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തും നമ്മൾ സാധാ പാത്രം യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റവിൽ വെക്കാൻ പറ്റുന്ന ഒരു ബോറോസിലിക്കേറ്റ് ഗ്ലാസ് വെയർ ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കുറേ സൈസസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നില്ല കേട്ടോ, അത്രയും ഹൈ ക്വാളിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓർഡർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, നമ്പർ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ കേട്ടോ. എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ല, അത് വെച്ചിട്ട് എനിക്ക് റെസിപ്പി ചെയ്യാണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറന്നു വെച്ചിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇതും നമ്മുടെ ഐഷാസ് കാർട്ടിലെ പ്രോഡക്റ്റ് ആണ്. അപ്പം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. ഒത്തിരി എൻക്വയറീസ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനായിട്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്ക് ആൻഡ് ഷോൾഡർ മസാജർ ആണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടോ, ഇത് നെക്ക് ആൻഡ് ഷോൾഡർ മസാജർ ആണ്. ഞാനിത് വർക്ക് ചെയ്യുന്നതെങ്കിൽ കാണിച്ചു തരാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറയുള്ളത്, നമ്മൾ ഈ മസാജ് ചെയ്യാനോ അല്ലെങ്കിൽ കൈയും കാലൊക്കെ വേദന ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും വിളിച്ച് മസാജ് ചെയ്യിപ്പിക്കാനൊന്നും ആവശ്യമില്ല. നമുക്ക് മസാജ് ചെയ്യാൻ ഒരാളുടെ സഹായം ആവശ്യമില്ല ഈ ഒരു പ്രൊഡക്റ്റ് വീട്ടിലുണ്ടെങ്കിൽ കേട്ടോ. ശരിക്കും നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് മസ്റ്റായിട്ട് വേണ്ട പ്രൊഡക്റ്റാണ്. ഞാൻ ഇതുവരെ ഐഷാസ് കാർട്ടിൽ സെയിൽ ചെയ്ത പ്രൊഡക്റ്റ്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്നല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇക്കാരനെ വെച്ചിട്ട് ചെയ്ത് ഒന്ന് നിർത്തിയിട്ടേക്കോ അങ്ങോട്ടേക്ക്. അപ്പോൾ ഇത് ചാർജബിൾ ആണ്. ചാർജ് ചെയ്തിട്ട് പവർ ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിലെ വർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇത് ഒരു കഴുത്തിൽ വെച്ചിട്ട് ഒരു ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റ് ഇവിടെ കഴിയുക. അപ്പോൾ നമ്മൾ ഈ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ഇത് കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്തോളൂ. നമുക്ക് യൂസ് ഒന്ന് എണീറ്റ് വെക്കാം, തിരിഞ്ഞേക്കോ. കാണുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഇവിടെ ഭയങ്കര യൂസ്ഫുൾ ആണ് സംഭവം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നിങ്ങനെ ചാർജ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തപ്പോൾ അത്യാവശ്യം എൻക്വയറി ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബ് ഫാമിലിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇനി കാലിൽ വെക്കണമെന്ന് കാണിച്ചു കൊടുക്കും. അതിൽ ആ മസാജ് ചെയ്യുന്ന പവർ ഉണ്ടോ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ? കഴുത്തിന് താഴേക്ക് വെക്കണോ? പ്രസ് ഉണ്ട് അല്ലേ? ഓ, ആ ശരിക്കും കൈയിട്ട് പ്രസ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലേ. നല്ല പവർഫുള്ളാണ് സംഭവം. അപ്പം ഇങ്ങനെ ബെൽറ്റൊക്കെ ഉണ്ട്. ഇനി കാലിൽ വെക്കണമെന്ന് കാണിച്ചു കൊടുക്കോ. കാലിലൊക്കെ മസാജ് ചെയ്യുമ്പോൾ കണ്ടോ, നന്നായിട്ടത് മസാജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവം. കാലിലും കയ്യിലൊക്കെ മസാജ് ചെയ്യും. ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ പ്രൊഡക്റ്റ്, അതുപോലെ ഞാനിതിൽ ഐഷാസ് കാർട്ടിലെ പ്രൊഡക്ട്സൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ഞാൻ നമ്മുടെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.
അപ്പോൾ ഈ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച പ്രൊഡക്ട്സ് എല്ലാത്തും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഓർഡർ ചെയ്യുക എന്നുള്ളത്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ, അത് വാട്സപ്പ് നമ്പറാണ്, അതിൽ വാട്സപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത്, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. ഈ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ആക്കിയാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ തരും. അപ്പോൾ ഞാനിവിടെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. എനിക്ക് മെസ്സേജ് ആക്കിയിട്ടോ എനിക്ക് വിളിച്ചിട്ടോ കാര്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ ഇതിനായിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഓർഡേഴ്സൊക്കെ എടുക്കുന്നത് കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ ഐഷാസ് കാർട്ടിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളത്. ആ നമ്പറിൽ വിളിച്ചിട്ട് വേണം. അതിൻ്റെ കൂടെ, ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മളൊരു നമ്പർ കൊടുക്കൂലേ, ആ നമ്പറിൽ വേണം വാട്സപ്പ് ചെയ്യാൻ. എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ അവർ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞുതരും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളൊരു ചെറിയ 2-3 ഫിഷ് ഉണ്ട്, റോസൂൻ്റെയാണ്. അതിനെ തീറ്റ കൊടുത്തിട്ടില്ലെന്ന് അപ്പോൾ ഒന്ന് കൊടുത്തതാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ വീഡിയോയിൽ നമ്മളെപ്പോഴും വീട് പണീൻ്റെതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഓടി നടന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യില്ല എപ്പോഴും. പിന്നെന്താ, ഇന്ന് രാവിലെ തന്നെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ മിക്ക ദിവസങ്ങളും രാവിലെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കും. അങ്ങനെ ആകുമ്പോഴും മക്കൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനെല്ലാം റെഡിയാക്കി ഞാൻ പിന്നെ ഫ്രീ ആവുമല്ലോ. പിന്നെ നമ്മൾ വീട് പണീൻ്റെ അവിടേക്ക് എന്നും പോകുന്നുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളുണ്ട്, ചുറ്റുപാടുകളിൽ നടക്കാൻ. ഐഷാസ് കാർട്ടിൽ പോകണം. അപ്പം അതൊക്കെ ആയിട്ട് എപ്പോഴും ബിസി ആവുന്നതുകൊണ്ട് നമ്മൾ ഉച്ചഭക്ഷണം നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ സമാധാനമാണ്. പിന്നെ ക്ലീനിങ് പരിപാടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നെയ്ച്ചോറ് ചിക്കൻ കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അതൊന്ന് കഴിക്കണം. നേരത്തെ കാലത്ത് കഴിച്ചിട്ട് നമുക്ക് വീട് പണീൻ്റെ ഇടയ്ക്ക് പോകാനുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുവന്ന് വെക്കാണ്. പിന്നെ സെൽഫ് സെർവിങ് ആണ്. എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ, മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയൂ കേട്ടോ. അതായത് ചിക്കൻ കറി ഉണ്ടാക്കട്ടോ, എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ആക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയിട്ട് അതിലിട്ട് കൊടുക്കുക. കുറച്ച് വീട്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം പിന്നെ രാവിലെ എല്ലാവർക്കും കറിയും മുട്ടയും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഉച്ചത്തേക്ക് നമുക്ക് ചിക്കൻ കറി. അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻസിൽ അറിയിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റ കറി മതി. രാവിലത്തേതും ഉച്ചത്തേക്കും ഗംഭീരമായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ നെയ്ച്ചോറ് കാണുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടാവും. അധികം നെയ്യൊന്നും ചേർത്തിട്ടില്ല, വെളിച്ചെണ്ണയിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. രാവിലത്തെ നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉച്ചക്കൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുമ്പോഴേ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് തന്നെ കൊടുത്തു വിട്ടിട്ടുള്ളത്. പിന്നെ റൂഹിക്കാണെങ്കിൽ സ്കൂളിലേക്ക് ചിക്കൻ കൊടുക്കാൻ പാടില്ല. ഇത് മാങ്ങ വേവിച്ചതാട്ടോ. എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറല്ല, മാങ്ങ വേവിച്ച് ഉടച്ചത്, താളിച്ചതെന്ന് പറയും. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2-3 ദിവസമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നെയ്ച്ചോറിൻ്റെയും ഇതിൻ്റെ കൂടെയൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും കഴിക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തിട്ടുള്ള ഒരു ഷോട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഐഷാസ് കാർട്ടിലെ വേറൊരു പ്രൊഡക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് മുറ്റടിച്ച് വരുന്ന ബ്ലോവറാണ്. എൻ്റെ ഉമ്മ ഇത് വെച്ചിട്ടാണ് മുറ്റടിച്ച് വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ മുറ്റടിച്ച് വരാൻ കുനിയാൻ പറ്റാത്തവർക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഇത് വെച്ചിട്ട് മുറ്റടിച്ച് വരാം കേട്ടോ. നമ്മൾ അത് ഇറങ്ങിയ പാടന്നെ ഉമ്മാക്കത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഉമ്മ ഇപ്പം എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അന്ന് നമ്മൾ ഐഷാസ് കാർട്ടിൽ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് അത് മുഴുവനും സ്റ്റോക്ക് ഔട്ടായി. പിന്നെ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ബാറ്ററിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വന്നിട്ടുള്ളത് എക്സ്ട്രാ ബാറ്ററിയോട് കൂടിയിട്ടുള്ള ബ്ലോവറാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇവിടുന്ന് ഇപ്പം റൂഹിയും ഇവിടുത്തെ അനിയത്തിൻ്റെ മോനും കൂടി ഭയങ്കര കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചിലും ഒക്കെയാണ്. അപ്പോൾ ഇക്കാനെ കണ്ടപാടന്നെ ഞാനും മക്കളവിടെ നിന്നിരുന്നല്ലോ. അപ്പോൾ ഇക്കാനെ കണ്ടപാടന്നെ റൂഹിക്ക് പിന്നെ സങ്കടം വന്നു. അങ്ങനെ പിന്നെ യാത്ര പറിച്ചിൻ്റെ ഒരു സീനാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ റീനു വന്നിട്ടുണ്ടാവില്ല നിൽക്കാൻ. റീനു വയ്ക്കും ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഓരോ ദിവസവും ഓരോ തിരക്കുകളായിരിക്കും. ഇതിപ്പം നമ്മളോട് ഇങ്ങനെ നമ്മൾ സോഫയും ഡൈനിങ് ടേബിളും ചെയർസൊക്കെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഒരു ഇത് പറയുമല്ലോ, ഒരു മോഡൽ കാണിച്ചു കൊടുക്കാൻ പറയുമല്ലോ. കുറേ കാലമായി ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്ന ഓരോ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണും. പക്ഷെ ഒന്നും കണ്ട് സെറ്റ് ആവില്ല നമുക്ക്. അപ്പം ഒരു ഷോപ്പിൽ പോയിട്ട്, ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഡൈനിങ് ടേബിൾ വന്ന് നോക്കാൻ പോയപ്പോൾ ഇവിടെ മൊത്തം ഡൈനിങ് ടേബിളും ചെയർസാണ്. ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പക്ഷെ നമുക്ക് ടേബിൾ നോക്കുമ്പോഴേ ടേബിൾ വൈറ്റ് വേണം, കൗണ്ടർ ടോപ്പ്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലെഗ് ആണെങ്കിൽ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് വേണം. അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ലത്. അപ്പം എനിക്കാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലെഗൊക്കെയാണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ
എന്നാലും നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. മെയിൻ്റെനൻസ് എളുപ്പമുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ ഏറ്റവും ഭംഗിയുള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് കൂടുതലാണെങ്കിൽ പിന്നെ അത് കുറേ കാലം നിൽക്കില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, അതും സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു 3-4 മോഡൽ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്ക് വൈറ്റ് കൗണ്ടർ ടോപ്പ് അല്ല, അതിൻ്റെ ടേബിളിൻ്റെ ടോപ്പ് എനിക്ക് നേരത്തെ പറഞ്ഞ കൗണ്ടർ ടോപ്പ് എന്നാണ് തോന്നുന്നു. ടേബിളിൻ്റെ ടോപ്പ് എനിക്ക് വൈറ്റ് ആണ് ഇഷ്ടം. പിന്നെ ചെയർസൊക്കെ ഞാനൊരു മോഡലിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയറിൻ്റെ മീൻസ് ചെയറും അതുപോലെ തന്നെ ടേബിളിൻ്റെ ലെഗും ആണെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് സ്റ്റൈലിഷ് ആയിട്ടാണ് ഇഷ്ടം. പഴംപൊരി ഒരു പഴംപൊരി സമൂസയും പിന്നെ വേറെ ക്ലച്ചേച്ച് വേണ്ട. ഓക്കെ, ചായ കുടിക്കാൻ പോവാ. ഇന്ന് നമ്മള് ഫുൾ ഫാമിലി ഉണ്ട്. സാധാരണ റീനു ഉണ്ടെങ്കിൽ റോസ് ഉണ്ടാവില്ല, റോസ് ഉണ്ടെങ്കിൽ റീനു ഉണ്ടാവില്ല. അങ്ങനെ ഈ കടി 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 ഇങ്ങനെ 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 കടിക്കണാണോ? ഏത് കടിയാണ്? ആലോചിച്ചിട്ടുണ്ട്. ഷവർമ്മ, സമൂസ, പഴംപൊരിയാണോ ഷവർമ്മന് വേണ്ടി? വേം പറ. റൂയി ഭയങ്കര വികൃതി കുട്ടിയെന്ന് പറയും. അവൾക്ക് വിശന്നിട്ടാണ് എന്റെ കുട്ടിക്ക് ഒന്ന് ഷവർമ്മ. പഴംപൊരി വേണോ? എനിക്കിപ്പോൾ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം ഷെയർ ചെയ്യാൻ ഭയങ്കര ഒരു മടിയാണ്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വീട് പണീൻ്റെ കാര്യം ഷെയർ ചെയ്തുകൊണ്ട് ഇനി നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഇതുപോലെ മക്കളൊക്കെ കൂട്ടിയിട്ട് ഒന്ന് സ്നാക്ക് കഴിച്ചിട്ട് വീട് പണീൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിച്ചു. പിന്നെ കകൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അവർക്കും പാക്ക് ചെയ്ത് കൊണ്ടുപോയി. വൈകുന്നേരം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഷവർമ്മ. പിന്നെന്താ, അങ്ങനെ നമ്മൾ വീട് പണീൻ്റെ അവിടേക്ക് പോവാം കേട്ടോ. എല്ലാ വീഡിയോയിലും വീട് പണീൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ചിലർക്കൊക്കെ ഓക്കെയാണ്, ചിലരിങ്ങനെ പറയുന്നുണ്ട് മെസ്സേജിൽ. പക്ഷെ നമ്മൾ എൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ തന്നെയാണ്, എന്നും എവിടേക്ക് പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഇതല്ലാണ്ട് വേറൊരു കോണ്ടന്റ് ഇല്ലല്ലോ. ഓരോ ദിവസവും വ്ളോഗ് ചെയ്യുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഇവിടെ ഇതിൻ്റെ ഈ സൈഡിൽ ഒരു ഹൈറ്റിലൊരു സംഭവമായിരുന്നു, അത് മൊത്തം പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്, നല്ല ഫ്ലാറ്റ് ആയിട്ടുണ്ട് മൊത്തത്തിൽ. റീനു നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണാറില്ല, അതുകൊണ്ട് വീട് പണീൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും അവൾ അറിയാറില്ല കേട്ടോ. പിന്നെ വീട് കാണാൻ അവൾ വരാറുമില്ല, ഇപ്പഴാ വരുന്നത്. കുറെ നാളുകൾക്ക് ശേഷം വീട് കാണാൻ വന്നതാണ്. എപ്പോഴാ വന്നത്? ഇങ്ങോട്ട് വരില്ലേ ഇല്ല. മതില് ഷേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇതൊന്നും ഇല്ലായിരുന്നു, ഇത് ഒറ്റ ദിവസം കൊണ്ട് നടന്ന സംഭവങ്ങളാണ്. ഇത് എന്ത് കളറ്? ബ്ലാക്ക് അല്ലായിരുന്നോ? സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്. അത് പോയില്ല, അത് ഇന്നലെ. ഞാൻ വരാം. പൂച്ചക്ക് പോവാൻ ഇല്ല, എന്നിട്ട് വെള്ളം പോകാനൊക്കെ പൈപ്പിട്ട് കൊടുക്കണ്ടേ?
ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വ്ളോഗ് ഇഷ്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതൊക്കെയാണ് എൻ്റെ കോണ്ടന്റ്. എനിക്ക് പുതിയ കോണ്ടന്റ് ഒന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ. ബൈ.